അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായ ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കൂട്ടായ്മയാണ് കോക്രോച്ച് പാർട്ടി. രൂപം കൊണ്ടത് ഹാസ്യാത്മകമായാണെങ്കിലും പറ്റിയാൽ ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും ഉണ്ടായതുപോലെ ഒരു രാഷ്ട്രീയ അട്ടിമറിയും സാധ്യമാക്കാനും ഇവർ ആഗ്രഹിക്കുന്നു. എന്നാൽ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നാലെ തരംഗമാവാൻ ഓഗി ജനതാ പാർട്ടിയും രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞു. കോക്രോച്ച് പാർട്ടിയുടെ നീക്കങ്ങൾക്ക് ബദലാവുകയാണ് ഓഗി പാർട്ടി. കോക്രോച്ചിനെ പ്രതിരോധിക്കുകയാണ് ഓഗിയുടെ ലക്ഷ്യം. CJPയുടെ അത്ര പിന്തുണ ലഭിച്ചില്ലെങ്കിലും ഓഗി പാർട്ടിയും ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഏതായാലും ഇരുവരും തമ്മിലുള്ള കൈകോർക്കൽ ഒരു തമാശ യുദ്ധമായി സോഷ്യൽ മീഡിയയെ ഏറ്റെടുത്തു കഴിഞ്ഞു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനായ അഭിജിത് ദീപ്കയ്ക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയുമായി ബന്ധമുണ്ടെന്നാണ് ഓഗി ജനതാ പാർട്ടി ആരോപിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഇലക്ഷൻ ക്യാമ്പയിനിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന അഭിജിത്ത് ഇപ്പോൾ തുടർ പഠനവുമായി ബന്ധപ്പെട്ട് US-ലാണ്. തൊഴിൽ രഹിതർക്കും മടിയുള്ളവർക്കും എപ്പോഴും ഓൺലൈനിൽ ഇരിക്കുന്നവർക്കും കാര്യങ്ങൾ ഷാർപ്പായി സത്യസന്ധമായി പ്രൊഫഷണലായി സംസാരിക്കാൻ കഴിയുന്നവർക്കുമാണ് കോക്രോച്ച് പാർട്ടിയിൽ മുൻഗണന. എന്നാൽ ഓഗി പാർട്ടി ലക്ഷ്യമാക്കുന്നത് ഏത് വലിപ്പത്തുള്ള ഏത് ഇനത്തിൽപ്പെട്ട പാറ്റ ആയാലും അവയെ ഇല്ലാതാക്കുക എന്നതാണ് തങ്ങളുടെ ദൗത്യമെന്ന് ഇവർ വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു കൊളാഷും ഇവർ പങ്കുവച്ചു. മൃഗങ്ങളുടെ അവകാശങ്ങൾക്കായി 6 ഇന പ്രകടന പത്രികയും OJP പുറത്തിറക്കിയിട്ടുണ്ട്. തെരുവ് മൃഗങ്ങൾക്ക് സൗജന്യ ചികിത്സ, മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരതയ്ക്കെതിരെ കർശന നിയമം, കൂടുതൽ ഷെൽട്ടറുകൾ, അതോടൊപ്പം നീറ്റ് പേപ്പർ ചോർച്ചാ വിവാദത്തിൽ ഇരകളായ വിദ്യാർത്ഥികൾക്ക് നീതി വേണമെന്നും OJP ആവശ്യപ്പെടുന്നുണ്ട്. തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഓഗി ജനതാ പാർട്ടി ഇൻസ്റ്റഗ്രാമിൽ കുറിക്കുന്നു.